സ്വാഗതം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള മാച്ച് നമ്പർ 11 ലൈവ് ഫ്രം ദ കോർപ്പറേഷൻ സ്റ്റേഡിയം കാലിക്കറ്റ്. ആതിഥേയരായ കാലിക്കറ്റ് FC നേരിടുന്നു കണ്ണൂർ വാരിയേഴ്സ് FC-യെ. കാലിക്കറ്റ് FC-യുടെ ഹോം ഗ്രൗണ്ടായ കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇതാ സൂപ്പർ ലീഗ് കേരള സീസൺ 2 റൗണ്ട് 4 മാച്ച് നമ്പർ 11 കാലിക്കറ്റ് FC വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ് FC. കാലിക്കറ്റിന് ഇന്ന് ഇന്ത്യൻ മുന്നേറ്റ നിര, ഇന്ത്യൻ താരങ്ങളെ അണിനിരക്കുന്ന മുന്നേറ്റ നിരയാണുള്ളത്. പ്രശാന്ത്, അനികേത്, അജ്സൽ, ഇങ്ങനെ 3 താരങ്ങൾ ആദ്യമായിട്ടാണ് സൂപ്പർ ലീഗ് കേരളയിൽ ഒരു മുന്നേറ്റ നിരയെ ഇന്ത്യൻ താരങ്ങളെ വെച്ച് പരീക്ഷിക്കുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ചാലഞ്ച്. മറുവശത്ത് ഇന്നത്തെ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സിന് നമുക്കറിയാം, കണ്ണൂർ വാരിയേഴ്സ് ഇതുവരെ ഒരു എവേ ഗെയിം കഴിഞ്ഞ സീസണിലും ഈ സീസണിലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ലോങ് ബോൾ വരുന്നു ഇവിടെ. റെഫറിയുടെ തീരുമാനത്തിന് കാതോർക്കുകയാണ്. റെഫറിയുടെ ഡിസിഷനാണ് ഇവിടെ ക്രൂഷ്യൽ. യെല്ലോ കാർഡ്. ജേഴ്സി നമ്പർ 36 ആസിഫിന്. കാലിക്കറ്റിന്റെ മുഹമ്മദ് ആസിഫ് ഖാൻ എന്ന ഡിഫൻഡർ, റൈറ്റ് ഫുൾ ബാക്ക്. മുഹമ്മദ് ആസിഫാണ് ഇവന്റെ കൂടെ. അത് ലോങ് ബോൾ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ട്. ലാസ്റ്റ് മാൻ ആയിരുന്നു ആസിഫ്. വെയിറ്റിംഗ് ഫോർ a thumping, brilliant, magnificent free kick from Asier Gomez. നല്ലൊരു പെനാൽറ്റി ബോക്സിലേക്ക് ഡേഞ്ചർ ബോൾ ആണ്. സ്റ്റിൽ വിത്ത് കാലിക്കറ്റ്. ഒരു ഷോർട്ട് ടേം ഔട്ട്സൈഡ് ദി ബോക്സ്. അത് പക്ഷേ ആ പാസ്, സ്ക്വയർ പാസ് ബുവാസോയിലേക്ക് പോയി. ബുവാസോ അടിക്കുമ്പോഴേക്കും ഫ്രെയിമിൽ നിന്ന് സെക്കൻഡ് പോസ്റ്റിൽ നിന്ന് പിന്നെ വെളിയിലേക്ക് മാത്രമേ ആ സെക്കൻഡ് പോസ്റ്റ്. അതേസമയം അത് ആദ്യത്തെ പ്ലെയർ ആണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഈ കറക്റ്റ് ഇതിനേക്കാൾ കൂടുതൽ ചാൻസ് ആണ് ഗോളാവാൻ. പ്രശാന്തിന്റെ കോർണർ, ലോ കോർണർ, ഡേഞ്ചർ. കാലിക്കറ്റ് FC 28-ാം മിനിറ്റിൽ കാലിക്കറ്റ് മുഹമ്മദ് അർഷഫ്. Look at this guy! Look at this boy! Jersey number 29. കഴിഞ്ഞ സീസണിൽ സൂപ്പർ ലീഗ് കേരളയുടെ എമർജിംഗ് പ്ലെയർ ഓഫ് സൂപ്പർ ലീഗ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറത്തുകാരൻ, വേങ്ങരക്കാരൻ. സെന്ററിൽ നിന്ന് ഒരു പന്തെടുത്ത് മുന്നിലേക്ക് വരുന്നു ഷിജിൻ മനോജിന് കൈമാറുന്നു. ഫുൾ ബാക്ക് മനോജ് സെന്ററിലേക്ക് കട്ട് ചെയ്ത് ഇൻസൈഡിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. നല്ലൊരു വൺ ടച്ച് പാസ്. ചാൻസ് ഫോർ കണ്ണൂർ. Kannur is back! Asier Gomez! What a replay, man! Jersey number 10, Asier Gomez. ഒരു 4 പേര് നടത്തിയ മുന്നേറ്റമാണ്. ഷിജിൻ തുടങ്ങി വെച്ചു. മനോജിൽ നിന്നും സാഡിനെറോയിലേക്ക്, ഒടുവിൽ സാഡിനെറോയുടെ അസിസ്റ്റ് കൂട്ടുകാരൻ അസിയർ ഗോമസിലേക്ക്. ഗോൾഡൻ ചാൻസ് ആണ്. രണ്ടുപേരും 1-to-1 കളിച്ച് അത് ബുവാസോ ഫിനിഷ് ചെയ്യേണ്ട ബോളാണെന്ന് ഞാൻ പറയും. കാരണം ബുവാസോ ഒരു സ്ക്വയർ പാസ് അച്ഛലിന് കൊടുക്കുമ്പോൾ 2 ഡിഫൻഡർമാർ ആ ലൈനിലാണ്. ആരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടാൽ അത് ബ്ലോക്ക് ചെയ്യപ്പെടും. അത് തന്നെയാണ് സംഭവിച്ചത്. ഇത്തവണ നിക്കോളാസ് ഡെൽമോണ്ടെ സെൻട്രൽ ബാക്കാണ് അത് ക്ലിയർ ചെയ്യുന്നത്. അഡ്രിയാൻ സാഡിനേറോ നല്ലൊരു പാസ് നൽകാനുള്ള ശ്രമം, പക്ഷേ അവിടെ യെല്ലോ കാർഡ്. ഒരു ഡെലിബറേറ്റ് ഹാൻഡ് ബോളിനാണ് യെല്ലോ കാർഡ്. ഐ തിങ്ക് ഇറ്റ്സ് എ റെഡ് കാർഡ്. നമ്മൾ പറഞ്ഞത്, നമ്മൾ എന്താണോ ഈ കളി ആദ്യം മുതലേ വീക്ഷിക്കുന്ന പ്രേക്ഷകർക്കറിയാം. 5-ാമത്തെ മിനിറ്റിൽ ഒരു അനാവശ്യ ഫൗളിന്, ഒരു ഫോഴ്സ്ഫുൾ ഫൗളിന് ആസിഫ് ഖാൻ ആദ്യ യെല്ലോ വാങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ദിസ് ഗായ് ഡിഫൻഡർ അണ്ടർ പ്രഷർ. ആദ്യ പകുതി അവസാനിച്ചിട്ടില്ല ഇപ്പോഴും. 42-ാം മിനിറ്റിൽ കാലിക്കറ്റ് എഫ്സിക്ക് വലിയ പ്രഹരം. ബുവാസോ നല്ല മുന്നേറ്റമാണ് വീണ്ടും കാലിക്കറ്റ് നടത്തുന്നത്. 3 പേര്, അജ്സല്, പ്രശാന്ത്, ബുവാസോ. ഒടുവിൽ ലെഫ്റ്റിലേക്ക് ബുവാസോയ്ക്ക് പന്ത് പോകുന്നു. ഡി ടോപ്പിൽ നിന്നും എഡ്ജിൽ നിന്നും ബുവാസോയുടെ അടി. കാലിക്കറ്റിന് അനുകൂലമായ ഫ്രീ കിക്കാണ്. ഇഞ്ചുറി ടൈമിൽ, ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ബുവാസോ കോർണർ. എക്സലന്റ്. കാരണം ഗോൾ കീപ്പർ ബീറ്റണായി, ഡിഫൻഡേഴ്സ് പാനിക്കായി. കളി 1-1 സമനിലയിൽ നിൽക്കുകയാണ്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ് ഈ മത്സരം. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 11 റൗണ്ട് 4 കാലിക്കറ്റ് FC വേഴ്സസ് കണ്ണൂർ വാരിയേഴ്സ്. ക്യാപ്റ്റൻ പ്രശാന്തിന്റെ ഫ്രീ കിക്ക് വരുന്നു. ഹെഡ് ക്ലിയറൻസ് ഫ്രം കണ്ണൂർ. എബിൻ ആ പന്ത് മുന്നിലേക്ക് ഇടുന്നു. ഷിജിൻ, ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാനുണ്ടായിരുന്നു ഷിജിന്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ, കാലിക്കറ്റിന്റെ ഗോൾ കീപ്പർ മുന്നിലേക്ക് വന്നു. ഹജ്മൽ വന്ന് ആ പന്ത് ക്ലിയർ ചെയ്യുന്നു. ആൻഡ് വിത്ത് ദാറ്റ് ക്ലിയറൻസ്
ഇടവേള വിസിൽ മുഴങ്ങുകയാണ്. ആദ്യ പകുതി അവസാനിക്കുന്നു. സൂപ്പർ ലീഗ് കേരള സീസൺ 2 റൗണ്ട് 4 മാച്ച് നമ്പർ 11. So half time score here in Calicut Corporation Stadium. It is a home team Calicut FC 1, Kannur Warriors 1. കാലിക്കറ്റിന് മുന്നേറ്റ നിലയിൽ നിന്നും ഒരാളെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ കളിച്ച അനികേത് ജാദവിനെ കാലിക്കറ്റ് FC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. പകരം ഡിഫൻഡറായ ഫുൾ ബാക്കായ സച്ചു സിബിയെ കൊണ്ടുവരുന്നു. ആ ഡിഫൻഡർ ഒരാൾ റെഡ് കാർഡ് വാങ്ങിപ്പോയ ആ കുറവ് നികത്താൻ വേണ്ടിയാണ്. അതൊരു വളരെ ഡേഞ്ചറസ് ആയ ഒരു ബാക്ക് പാസ് ആണ്. സച്ചു സിബി തൊട്ട് മുൻപ് പകരക്കാരനായി വന്ന പ്ലെയർ. ആൻഡ് സച്ചുവിനെ ഡ്രിബിൾ ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടി എബിൻ ദാസിന് സച്ചു ഗോൾകീപ്പറും സച്ചുമായി, ഇതാണ് സച്ചും ഗോൾകീപ്പറുമായി ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ട്. കാണാം, അതൊരു ഡേഞ്ചറസ് മൈനസ് ആയി മാറിയേനെ. ഷിജിൻ ഒരു പന്ത്, ഷിജിന്റെ ഒരു ഹാർഡ് വർക്കാണ് അവിടെ. ഷിജിൻ ആ പന്ത് പുറത്തേക്ക് പോകുമെന്ന് തോന്നിയ സ്ഥലത്തു നിന്നാണ് അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ക്രോസ് ചെയ്തു. ആ ക്രോസിലേക്ക് കൃത്യമായി ക്യാപ്റ്റൻ അഡ്രിയാൻ സാഡിനെറോ വരുന്നു. അഡ്രിയാൻ വന്ന് അതൊരു ഫ്ലിക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അഡ്രിയാന്റെ ഫ്ലിക്കാണ്, അത് കറക്റ്റായി കോണ്ടാക്ട് ആയില്ല. ഇവിടെ അതിന് വിത്ത് ദ ബോൾ റൺ. പ്രശാന്തിന്റെ ക്രോസ്, അത് ഫസ്റ്റ് ടൈം അടിക്കേണ്ട ഒരു കാര്യമില്ല ബുവാസോ. കാരണം ഡിഫൻഡേഴ്സ് വീണ്ടും കംപ്ലീറ്റ് ഔട്ടായി. അത് വിട്ടുകൊടുത്ത പോലെയാണ്. പന്ത് റിസീവ് ചെയ്ത് അടിക്കാമായിരുന്നു വേണമെങ്കിൽ. ഷിജിന്റെ ഈ ഷിജിന്റെ ക്രോസും അതേപോലെ അഡ്രിയാൻ സാഡിനെറോയുടെ കണക്ഷനും ഇത് രണ്ടാം തവണയാണ് കഴിഞ്ഞ 5 മിനിറ്റുകൾക്കുള്ളിൽ. അഡ്രിയാൻ സാഡിനെറോ വീണ്ടും ഒരു ഫൗൾ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. യെല്ലോ കാർഡ് കാലിക്കറ്റിന്റെ ഡിഫൻഡർ ജേഴ്സി നമ്പർ 2 സോസയ്ക്കാണ്. I think it's for Sosa, jersey number 2. ബുവാസോയിൽ നിന്നും അച്ഛലിന്റെ brilliant throw to Prashant. Offside. Otherwise offside flag വന്നില്ലായിരുന്നെങ്കിൽ എന്തൊരു മനോഹരമായൊരു നീക്കമായി മാറേണ്ട ഒരു നിമിഷമായിരുന്നു അത്. Now ഒരു ഫോർവേഡ് ബോൾ വരുന്നു. അച്ഛൽ ഇൻസൈഡ് ദ ബോക്സ്. മുഹമ്മദ് അച്ഛൽ നല്ലൊരു കട്ട് ബാക്ക് തന്നെയാണ് അച്ഛൽ കൊടുക്കുന്നത്. പക്ഷേ ഓടി വരുന്ന ബുവാസോയ്ക്ക് ഒരു ഔട്ട് സ്വിംഗ് അടിക്കണം, എങ്കിൽ മാത്രമേ അത് പോകാൻ അത് അകത്തേക്ക് പോവുള്ളായിരുന്നു. ഒരു ഡിഫൻഡർ രണ്ടാം പകുതിയിൽ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഡയഗണൽ റൺ ബോക്സിലേക്ക് വന്ന ബോളാണ്. അതിലേക്ക് ഒരു റൈറ്റ് വലതുവശത്തേക്ക് ഒരു ഡയഗണൽ റൺ നടത്തി ഒരു ആംഗുലർ ഷോട്ട് വലതുകാലം കൊണ്ട് ഉതിർക്കാൻ ശ്രമിക്കുന്നു. സിനാനാണ് താഴെ വീഴുന്നത്. പകരക്കാരനായി തൊട്ട് മുമ്പ് കളിക്കളത്തിലേക്ക് വന്ന സിനാൻ താഴെ വീഴുന്നു. കണ്ണൂരിന്റെ ഫ്രീ കിക്ക് വരുന്നു. ഇവിടെയാണ് ഗോൾ കീപ്പറെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം. ഫെഡറിക്കോ ബുവാസോ മനോഹരമായ പന്ത് ചിപ്പ് ചെയ്ത്, കാരണം ഇടതുകാലിൽ അസാധ്യ കൺട്രോൾ ഉള്ള പ്ലെയറാണ്. വീണ്ടും കണ്ണൂരിന്റെ മുന്നേറ്റമാണ്. നല്ലൊരു പന്ത് ബോക്സിനകത്ത് ഷോട്ട്. പക്ഷെ നോക്കുക, ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഒരു കോർണർ ആണ്. നോ, ഡിഫ്ലക്ഷൻ അല്ല. ആൻഡ് ചാൻസ് ഫോർ കണ്ണൂർ. ആർക്കാണ് പാസ് ചെയ്തത്? പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇദ്ദേഹം അഡ്രിയാൻ സാഡിനെറോ, അദ്ദേഹം പാസ് ചെയ്യുന്നത് റിച്ചാർഡ് ഒസേക്കാണ്. റിച്ചാർഡ് ഒസേ കാലിക്കറ്റിന്റെ പ്ലെയർ ആണ്. അഡ്രിയാൻ ഇൻസൈഡ് ദ ബോക്സ്, ബോക്സിന്റെ അകത്ത് നർഷദാണ് അത് കെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ പന്ത് വെളിയിലേക്ക് പോവുകയാണ്. ഗുഡ് ട്രൈ. ഗംഭീരമായ ഒരു കൗണ്ടറാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഒരു വീണ് കിട്ടിയ ഒരു മിസ്സാണ് ശരിക്കും. സിനാൻ അവിടെ സിനാന്റെ അവിടെ നിദാലിന്റെ ഒരു മികവും കൂടെ നമ്മൾ എടുത്തു പറയണം. അവിടെ ഒരു മിസ്, കാലിക്കറ്റിന്റെ ഭാഗത്തുള്ള മിസ് പിടിച്ചെടുത്തത് നിദാലാണ്. പിന്നീടാണ് വലത് വിങ്ങിലേക്ക് പന്ത് നൽകി സിനാനിലേക്ക് പന്ത് പോയത്. സിനാൻ വളരെ ഭംഗിയായി വീണ്ടും ഒരിക്കൽ കൂടി സിനാൻ അവിടെ റിച്ചാർഡ് ഒസയുടെ ആ ഒരു കനത്ത ടാക്ലിങ്ങിനെ മറികടന്ന് ആ പന്ത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. So final whistle മുഴങ്ങുന്നു. That's it in Calicut Corporation Stadium. So full time score here in the Corporation Stadium in Calicut. It is Calicut FC 1 and the away team Kannur Warriors 1. This is Shaju Damodaran and Pinish Kiran from Calicut.